ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗൈസ് ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായി നിങ്ങൾ പറയുന്നുണ്ട് ഇനി മുടി വെട്ടണം എന്ന്. അപ്പോൾ എൻ്റെ വർക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് പോയാണ്ട് മുടിയൊക്കെ വെട്ടി. അതായത് അത്യാവശ്യത്തിന് നല്ല രീതിക്ക് കുറ്റിയാക്കിയിരിക്കണേ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. സൈഡൊക്കെ എടുത്തു, ബാക്കും നല്ല പോലെ എടുത്തു, ഫ്രണ്ടും മുൾഭാഗമൊക്കെ എടുത്തിക്കണ്. ഇനി ഞാൻ പെരയ്ക്ക് ചെല്ലാൻ പോകണം. ഇനി കാണുന്നുണ്ടോ? അവിടെയാണ് പെര അയക്കണം. അവിടെ കുന്നിൻ്റെ മുകളിലാണ്, കാണുന്നുണ്ടാവില്ല. അപ്പം ഉമ്മാക്കും അമ്മാക്കും വെട്ടാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എത്ര വെട്ടില്ല കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നേരെ പെരയ്ക്ക് ചെന്ന് നോക്കട്ടെ, ഇമ്മാൻ്റെയും ഉമ്മാൻ്റെയും റിയാക്ഷൻ നോക്കട്ടെ. കാരണം ഇത്രയ്ക്ക് ഞാൻ ചെറുതാക്കിയിട്ട് ഇതിന് മുമ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കുറേ കാലം മുമ്പ്, 2 കൊല്ലം മുമ്പൊക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു കോലത്തിൽ ഉമ്മാൻ്റെയും ഉമ്മാൻ്റെയും മുമ്പ് ഒന്ന് ചെന്ന് നോക്കട്ടെ, എന്തോ ഒരു പറയണം നോക്കട്ടെ. അറിയില്ല എന്താണ് നോക്കട്ടെ. ഞാൻ ചെന്നിട്ട് ബാക്കിപ്പോൾ നോക്കി നമുക്ക്. ഗൈസ്, നമ്മുടെ പെരയിലെത്തിക്കണേ. എങ്ങനെയുണ്ട് കോല? കണ്ണാടിയിലൊക്കെ ഇതൊന്നും കാണില്ല. ഉമ്മ വാതിലൊന്നും ഉമ്മാനോട് ഞാൻ തട്ടിട്ട് വരാൻ വന്നേ. അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ചെറിയൊക്കെയാണ് എത്തിരിക്കണേ. എന്താ അവസ്ഥ? എന്താ അവസ്ഥ? ഇത് എന്താ അവസ്ഥ? രസമുണ്ടോ? മൊട്ട അടിപ്പിച്ചാണ് നടക്കൂല. ഇമ്മടെ ഉമ്മമാൻ്റെ റിയാക്ഷൻ നോക്കട്ടെ. ഉമ്മാക്ക് വലിയ റിയാക്ഷൻ ഉറങ്ങിയ മമ്മ അമ്മ ഒന്ന് ബരി കുറച്ച് ഒന്ന് തട്ടിട്ട് വരി, തട്ടിട്ട് വരി. മമ്മ ഉറങ്ങാണ്, കിടക്കാണ്. പന്നിയോ? പന്നിണ്ടോ? വലുത് ചെറുതാ? വലുതും ചെറുതൊക്കെ കൊറേ കുട്ടികൾ എന്നിട്ട് ഇങ്ങനെ കരിയുണ്ട് അവിടെ നിന്നുണ്ട്. പോയ എന്നിട്ട് അതിലാ പോയിനെ പടക്കം പൊടിച്ചോട്ടൊക്കെ കരുതി. പിന്നെ ഞാൻ ഒറ്റക്ക് ഇറങ്ങണ്ടേ വെച്ച് കാണുമ്പോ പിന്നെ എനിക്ക് പിന്നെ പേടി ഉണ്ടായിക്കൊണ്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങിയുള്ള തന്നെ നിന്നതാണ്. പാമ്പ് എന്തെങ്കിലും ഉണ്ടായിനോ? അതിനെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ടോർച്ചടിച്ച് നടക്കല്ലേ ഇനി അതിലെ ഉള്ളിൽ കൂടെ ഒക്കെ. അമ്മമ്മ ഇവിടെ അമ്മമ്മ മാറ്റിക്കൊണ്ടിരിക്കണം. ഉറങ്ങണി പോവാം, ഞാൻ വിളിച്ച് നീപ്പിച്ചിക്ക. അതിൻ്റെ ചീത്തിട്ടും അറിയില്ല. മമ്മ ഉറങ്ങിയോ? ഇനിമ ഇറങ്ങിയോ? എങ്ങനെയുണ്ട് പനി? എങ്ങനെയുണ്ട് ഇപ്പോൾ? മകൾക്ക് ചെറിയ പനി ഉണ്ട്. ഇനി ചുണ്ട് എന്താ അവസ്ഥ? പൊട്ടിക്കണ്ടോ? കുഴപ്പമില്ല, മാറിക്കോളൂ. പോയി പിടിച്ചോ? ചോറ് നിന്നെ എന്തെങ്കിലും ഉറക്കം നോക്കിക്കണ്. ഇനി ഉറക്കത്തുനിന്ന് നീപ്പിച്ച ഇനി ഉറക്കം വരാക്കൂല്ലേ? മമ്മനെപ്പോഴും കാണാതെ സ്റ്റിൽ വെയിറ്റ് ചെയ്യില്ല. അല്ല അല്ല പർദ്ദ മമ്മ മമ്മ നല്ല ഉറക്കാണ് തോന്നണേ. ആ ശരി ശരി, കണ്ണും ചിമ്പിയൊക്കെ വരുന്നുണ്ട്. ശരി, ഞാൻ ഇപ്പൊ വരാം. ഇനി എന്റെ മോന്തമ്മക്ക് ഒന്ന് നോക്കിക്കാണി. മുന്നൊന്നും കാട്ടിട്ടില്ലെന്ന്. ഇത്ര ആക്കിക്കാണ്. ഇത്ര ഉണ്ടായിന് മുടി മുമ്പൊക്കെ. ഇത്ര അത് ഇനി മൊട്ട ആകുമ്പോ അതാ ഇത് മൊട്ട അടിച്ചാണത് പറയുന്നത്. അങ്ങനെ ഇപ്പൊ അത് അങ്ങനെ തന്നെ അല്ലേ മമ്മ? രസമുണ്ടോ ഇപ്പൊ? ഇപ്പൊ ഒന്ന് ഒതുങ്ങിയില്ലേ? എങ്ങനെ മഞ്ഞളോ? ആ ഗൈസ്, അതായത് ഇമ്മ വെയിലുണ്ടിന്റെ കളർ ആകെ കുറെ കമന്റ് ബോക്സിലൊക്കെ എത്ര കയറിയോ അതിനു കരുവാളിച്ചു ആണ് ഗൈസ്. ആകെ കോലം കിട്ടു. അപ്പം ഉമ്മ മഞ്ഞളും തേങ്ങാപ്പാലല്ലേ അമ്മ? തേങ്ങാപ്പാലൊക്കെ തേച്ച് ഇനിയിപ്പോ നട്ടപ്പാതിരി. ഇപ്പൊ ടൈം എത്രയായി? 12 മണി കറക്റ്റാ. വാവു, 12 മണി കറക്റ്റ് ആയി. അപ്പൊ ഇപ്പൊ നേരല്ല, രാവിലെ തേക്കല്ല. രാവിലെ തേച്ച് തരുമോ? അതന്നെ. തിന്നാ എന്തല്ലേ ഇപ്പൊ? ചപ്പാത്തി ഉണ്ടോ? മീൻ കറി ഉണ്ട്. ഉണ്ടാവൂലേ? ചോറ് വേണ്ടച്ച്. ചപ്പാത്തി ഒന്നുണ്ട്. ഫൈബർ ആയിക്കോട്ടെ കുറച്ച്. പായൊന്നും പോയിക്കണ്ട. ഇല്ലൊക്കെ ചെറുതാക്ക. മോണ്ട വന്നില്ല, ഓൻ എത്തിയിട്ടില്ല. ഇനി വണ്ടി കിട്ടിയിട്ടില്ല എന്നറിയില്ല. ഓനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഇന്ന് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞില്ല, രാത്രി വണ്ടി കിട്ടുമെന്ന് പറഞ്ഞിനെ. പക്ഷെ അറിയില്ല, ഇനിയിപ്പോൾ വന്നുകൊണ്ട് കാണുമെന്ന് അറിയില്ല. നോക്കട്ടെ എന്തായാലും ഗൈസ്.
അപ്പോൾ ഗൈസ് ചെറിയൊരു വ്ളോഗാണ്, അതായത് ഇമ്മാക്കും മമ്മാക്കും എങ്ങനെയുണ്ട് എൻ്റെ മുടിന്റെ കോലൊന്ന് കാട്ടിക്കൊടുക്കാൻ റിയാക്ഷൻ നോക്കാൻ വേണ്ടി എടുത്ത വ്ളോഗാണ് അല്ലേ. മമ്മാക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഇഷ്ടപ്പെട്ടു. സന്തോഷായില്ലേ? കാട് കഴുകി കാണുമ്പോഴത്തേന് ഇടങ്ങേറാണ് കാടായിട്ട്. നല്ല പാമ്പ് കയറിക്കൂടുന്നില്ല വീഡിയോ ഉള്ളെങ്കിലേ അതൊക്കെ പോയില്ലേ? ചൂടോ ഇതാര ഈ നടന്നു പോണേ. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇത്ര ഉള്ള, അതായത് ഇതിന്റെ മുടിന്റെ ഒരു റിയാക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രതീക്ഷ പോലെ റിയാക്ഷൻ ഒന്നും കിട്ടില്ല, പക്ഷെ ഉമ്മമാരുടെ അടുത്ത് നിന്നിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉമ്മാൻ്റെ അടുത്ത് വലുതായിട്ടൊന്നും ഏറ്റില്ല. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതൊരു എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. ബൈ 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 അല്ലേ മമ്മ? ഓക്കെ അമ്മ.